കൗൺസിലർ കൂടിയായ കൗൺസിലർ ചേരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ഒരു കൗൺസിലറിനെയാണ്, ഒരു BJP കൗൺസിലറിനെയാണല്ലോ. വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഭാര്യയും കുട്ടീനെയൊക്കെ അടിച്ചു എന്നൊക്കെ പറയുന്നു. ഭാര്യയും കുട്ടിയൊക്കെ അടിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ എന്റെ കറക്റ്റ് അറിഞ്ഞില്ല, ഒന്നും നോക്കിയിട്ടില്ല. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി എന്നുള്ള ഒരു പോലീസ് അതിക്രമിച്ച് കയറി പിടിച്ചതാണെന്നാണ് പറയുന്നത്. യഥാർത്ഥം എന്താണെന്ന് അറിഞ്ഞില്ല, നോക്കിയിട്ട് പറയാം. ഞാനിപ്പോൾ എത്തിയുള്ളൂ, എന്താണെന്ന് അറിഞ്ഞില്ല, നോക്കിയിട്ട് പറയാം. കൗൺസിലർ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള MR ഗോപനാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എന്താണ് കാര്യം എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല. അപ്പോൾ എന്താണ് എന്ന് നോക്കിയിട്ട് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം എന്താണെന്ന് വ്യക്തമാക്കാം. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെയും വലിയ പോലീസ് സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയും ഉണ്ട്. ഇപ്പോൾ നിലവിൽ ഇങ്ങോട്ട് BJP പ്രവർത്തകരൊന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. കാരണം ഇങ്ങോട്ടേക്കും കൂടി BJP പ്രവർത്തകർ വരികയും ഇവിടെയും ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് കൈകാര്യം ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നേരത്തെ വലിയ പ്രതിഷേധത്തിന് പോലീസ് സാക്ഷ്യം വഹിച്ചതാണ്. ഈ സുഗതനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത് ഒടുവിൽ വട്ടിയൂർക്കാവ് SHO ആകാശത്തേക്ക് വെടിവെച്ച ശേഷമാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. കാരണം അത്രത്തോളം കൈവിട്ട രീതിയിലേക്ക് പ്രതിഷേധങ്ങൾ മാറിപ്പോയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മറ്റ് BJP പ്രവർത്തകരോ ആരും തന്നെ എത്തിയിട്ടില്ല. പോലീസ് ഇപ്പോൾ ആശുപത്രി വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ നിന്നും നേരെ പോയത് വൈദ്യപരിശോധനയ്ക്കായിട്ട് ജനറൽ ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ എത്തിയ വൈദ്യപരിശോധന പൂർത്തിയായ ശേഷമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് റിജിത്ത് നമ്മൾ നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത്.